ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വേറൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് സമയമില്ല അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് സമയമില്ല, ഐ ഡോണ്ട് ഹാവ് ടൈം, അല്ലെങ്കിൽ ഐ ഹാവ് നോ ടൈം, ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയമില്ല. അല്ലെങ്കിൽ പറയാം ഐ ഹാവ് നോ ടൈം, എനിക്ക് സമയമില്ല. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ തിരക്കിലാണ് അല്ലേ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു ഫോൺ കോൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഞാൻ തിരക്കിലാണ് എന്ന് പറയാറുണ്ട്. ഐ ആം ബിസി, ഐ ആം ബിസി, ഞാൻ തിരക്കിലാണ്. ഇനി ഞാൻ ഇപ്പോൾ തിരക്കിലാണ് എന്നിങ്ങനെ പറയാം, ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. ഐ ആം ബിസി നൗ, ഐ ആം ബിസി നൗ, ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. അല്ലെങ്കിൽ ഐ ആം ബിസി റൈറ്റ് നൗ, ഇങ്ങനെയൊക്കെ പറയാം. നെക്സ്റ്റ്, ഇവിടെ വൃത്തിയില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ, ബാത്റൂമിൽ, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വൃത്തി ഉണ്ടാകില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ വൃത്തിയില്ല എന്ന് പറയാറുണ്ട്. സിമ്പിൾ സെൻറ്റൻസുകളാണ് കേട്ടോ. ഇവിടെ വൃത്തിയില്ല എന്ന് പറയണമെങ്കിൽ ദർ ഇസ് നോ ക്ലീൻ ഹിയർ, ദർ ഇസ് നോ ക്ലീൻ ഹിയർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസിൻറ്റ് ക്ലീൻ ഹിയർ എന്ന് പറയാം. ഇറ്റ് ഈസിൻറ്റ് ക്ലീൻ ഹിയർ എന്ന് പറയാം. ഇറ്റായാലും ദേറായാലും ഇല്ല എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം ദർ ഇസ് നോ ക്ലീൻ ഹിയർ, ഇവിടെ വൃത്തിയില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസിൻറ്റ് ക്ലീൻ ഹിയർ എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ കറി തുറന്നിട്ടിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് ആ കറി മൂടി വെക്കൂ എന്ന് പറയാറുണ്ട് അല്ലേ. ആ കറി മൂടി വെക്കൂ എന്ന് പറയാറുണ്ട്. കവർ ദാറ്റ് കറി, കവർ ദാറ്റ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറി മൂടി വെക്കൂ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പുട്ട് എ ലിഡ് ഓൺ ദാറ്റ് കറി, പുട്ട് എ ലിഡ് ഓൺ ദാറ്റ് കറി. ലിഡ് എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കുക എന്ന്. അപ്പോൾ പുട്ട് എ ലിഡ് ഓൺ ദാറ്റ് കറി, ആ കറി അടച്ചു വെക്കൂ അല്ലെങ്കിൽ മൂടി വെക്കൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, നിങ്ങൾ എല്ലാവരും വരും. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ക്ഷണിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ എല്ലാവരും വരൂ എന്ന് പറയാറുണ്ട് അല്ലെ. എങ്ങനെ പറയൂ? എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൾ ഓഫ് യു അല്ലെങ്കിൽ എവരി വൺ എന്നൊക്കെ പറയാം. അപ്പം ഓൾ ഓഫ് യു കം അല്ലെങ്കിൽ എവരി വൺ കം എന്ന് പറയാം. ഓക്കെ. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു, ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്നിങ്ങനെ പറയാം. ഐ അറ്റൻഡഡ് ദാറ്റ് മീറ്റിംഗ്, ഐ അറ്റൻഡഡ് ദാറ്റ് മീറ്റിംഗ്, ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അല്ലെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയും. ഐ പാർട്ടിസിപ്പേറ്റഡ് ദാറ്റ് മീറ്റിംഗ്, ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. രണ്ടും പറയാം. അറ്റൻഡ്, പാർട്ടിസിപ്പേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പങ്കെടുക്കുക എന്നാണ്. ഓക്കെ. നെക്സ്റ്റ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു സെൻറ്റൻസ് ആണ്, നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ പാലുണ്ടോ, ഫ്രിഡ്ജിൽ പാലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഈ ഫ്രിഡ്ജിൽ പാലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു വസ്തുവിൽ വസ്തു ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈസ് ദർ അല്ലേ. ക്വസ്റ്റ്യൻ ആണ് ഈസ് ദർ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്, ഈസ് ദർ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിൽ പാലുണ്ടോ. നീ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചില്ലേ, നീ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കും? ഡിഡ്ന്റ് യു പുട്ട് വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്, ഡിഡ്ന്റ് യു പുട്ട് വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്, നീ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചില്ലേ. നെക്സ്റ്റ്, ആ ഫ്രിഡ്ജ് തുറന്നിടല്ലേ. ഇപ്പം നമ്മൾ മക്കളോടൊക്കെ പറയാറുണ്ടല്ലേ, ആ ഫ്രിഡ്ജ് തുറന്നിടല്ലേ അല്ലെങ്കിൽ തുറന്നിടരുത്. അരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ആണ് യൂസ് ചെയ്യുക. അപ്പം ആ ഫ്രിഡ്ജ് തുറന്നിടരുത് അല്ലെങ്കിൽ തുറന്നിടല്ലേ. എങ്ങനെ പറയൂ? ഡോണ്ട് ഓപ്പൺ ദാറ്റ് ഫ്രിഡ്ജ്, ഡോണ്ട് ഓപ്പൺ ദാറ്റ് ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജ് തുറന്നിടല്ലേ. നെക്സ്റ്റ്, നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ, നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് യു ക്ലീൻ ദ ഫ്രിഡ്ജ്, ഡിഡ് യു ക്ലീൻ ദ ഫ്രിഡ്ജ്, നീ ഫ്രിഡ്ജ് വൃത്തിയാക്കിയോ. നെക്സ്റ്റ്, തണുത്ത വെള്ളം കുടിക്കല്ലേ. ഇപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. അപ്പം നമ്മളൊക്കെ പറയാറുണ്ട് തണുത്ത വെള്ളം കുടിക്കല്ലേ അല്ലെങ്കിൽ കുടിക്കരുത്. എങ്ങനെ പറയൂ? ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. എന്താണോ നമ്മൾ ചെയ്യല്ലേ അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോണ്ട് എന്ന്. അപ്പം ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കുടിക്കല്ലേ. നെക്സ്റ്റ്,
നിനക്ക് പനിയാണ് അല്ലേ, അല്ലെങ്കിൽ നിനക്ക് പനിയുണ്ട് അല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നമ്മൾ പഠിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ നിനക്ക് പനിയാണ് അല്ലെങ്കിൽ നിനക്ക് പനിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് യു ഹാവ് എ ഫീവർ. യു ഹാവ് എ ഫീവർ, നിനക്ക് പനിയാണ് അല്ലെങ്കിൽ നിനക്ക് പനിയുണ്ട് അല്ലേ. ഇനി അല്ലേ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓക്സിലറി വേണം അല്ലേ. അപ്പം യു എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഡോണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പം അല്ലേ എന്ന് പറയുമ്പം ഡോണ്ട് ഹാവ് എന്ന് പറയും. അപ്പം യു ഹാവ് എ ഫീവർ, ഡോണ്ട് ഹാവ്, നിനക്ക് പനിയാണ് അല്ലേ. നെക്സ്റ്റ്, നിനക്ക് പനി ഇല്ലേ. നിനക്ക് പനി ഇല്ലേ എന്ന് ചോദിക്കണമെങ്കിലോ, നേരത്തെ നമ്മൾ പറഞ്ഞത് നിനക്ക് പനിയാണല്ലേ എന്ന് പറഞ്ഞു. അത് നമ്മൾ ആ പനി കണ്ടിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ നിനക്ക് പനി ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നിനക്ക് പനി ഇല്ലേ, നീ വെള്ളം കുടിക്കണോ, തണുത്ത വെള്ളം കുടിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പം നിനക്ക് പനി ഇല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡോണ്ട് യു ഹാവ് എ ഫീവർ. ഡോണ്ട് യു ഹാവ് എ ഫീവർ, നിനക്ക് പനിയില്ലേ. നെക്സ്റ്റ്, എനിക്ക് പനിയില്ല അല്ലേ. എനിക്ക് പനിയില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ ഫീവർ. ഐ ഡോണ്ട് ഹാവ് എ ഫീവർ, എനിക്ക് പനിയില്ല. നെക്സ്റ്റ്, അവൾ പാല് തിളപ്പിച്ചില്ല. അവൾ പാല് തിളപ്പിച്ചില്ല എന്നെങ്ങനെ പറയാ, ഷീ ഡിഡ്ന്റ് ബോയിൽ ദ മിൽക്ക്. ഷീ ഡിഡ്ന്റ് ബോയിൽ ദ മിൽക്ക്, അവൾ പാല് തിളപ്പിച്ചില്ല. അവളോട് പാല് തിളപ്പിക്കാൻ പറയൂ. അവളോട് പാല് തിളപ്പിക്കാൻ പറയൂ. അവളോട് പറയൂ ടെൽ ഹർ ടു ബോയിൽ ദ മിൽക്ക്. ടെൽ ഹർ ടു ബോയിൽ ദ മിൽക്ക്, അവളോട് പാല് തിളപ്പിക്കാൻ പറയൂ. നെക്സ്റ്റ്, പാല് വാങ്ങിയിട്ടില്ല. പാല് വാങ്ങിയിട്ടില്ല, നെഗറ്റീവ് സെന്റൻസ് ആണ്. പാല് വാങ്ങിയിട്ടില്ല എങ്ങനെ പറയാ, ഐ ഹാവിൻറ്റ് ബോട്ട് ദ മിൽക്ക്. ഐ ഹാവിൻറ്റ് ബോട്ട് ദ മിൽക്ക്, പാല് വാങ്ങിയിട്ടില്ല. ഇനി പാല് ഫ്രിഡ്ജിലുണ്ടല്ലോ. നേരത്തെ പാല് ഫ്രിഡ്ജിലുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. ഇപ്പൊ പറയുന്നു പാല് ഫ്രിഡ്ജിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് the milk is in the fridge. The milk is എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, ആണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പം the milk is in the fridge. The milk is in the fridge, പാല് ഫ്രിഡ്ജിലുണ്ട് അല്ലെങ്കിൽ പാല് ഫ്രിഡ്ജിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് the milk is in the fridge. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന, വീട്ടിലും പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.